വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നത് ഫങ്ഷൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ടോപ്പിക്സ് കൂടി നമുക്ക് കവർ ചെയ്യാം, ഒരു മൾട്ടി ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞ പോർഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മൾട്ടി ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞ പോർഷൻസ്? നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മേ ബി ചിലപ്പോൾ ഇന്റർവ്യൂസിലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സോ നമുക്കൊരു ജസ്റ്റ് ഞാൻ അതൊരു ബ്രീഫായിട്ട് ആ ഒരു പോർഷൻസ് ഞാൻ പറഞ്ഞു തരാം, എന്താണ് മൾട്ടി ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞ പോർഷൻസ്. അപ്പോൾ നമുക്കിനി ഒരു എപ്പിസോഡ് കൂടിയേ ഉള്ളൂ. ആ ഒരു എപ്പിസോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ തിയറി പോർഷൻസ് കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്ത സീരീസിൽ നിങ്ങൾ ആ ഒരു അറേ ക്വസ്റ്റ്യൻസ്, അറേ എങ്ങനെ വരിക എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു അറേ ഇടുക, ആ അറേയിലെ ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ, അതേപോലെ തന്നെ സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ, അതിനെ സോർട്ട് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്യുക, പല രീതിയിൽ ഫിൽട്ടർ ചെയ്യുക, പ്രൈം നമ്പർ അങ്ങനെയൊക്കെ പല രീതിയിൽ ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു അറേസിനെ നിങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടൊക്കെ നോക്കി നോക്കുക. അതേപോലെ തന്നെ ഫോർ ലൂപ്പ് പറഞ്ഞായിരുന്നു, ഫോർ ലൂപ്പിൽ പാറ്റേൺ പ്രിന്റിങ്. ഞാൻ ഈ പാറ്റേൺ പ്രിന്റിങ്ങിന്റെ സമയത്ത് പറഞ്ഞായിരുന്നു, നമുക്കതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പാറ്റേൺ പ്രിന്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ പോർഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മൾട്ടി ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞ പോർഷൻസ് ആണ്. അപ്പോൾ എന്താണ് മൾട്ടി ഡയമെൻഷൻ അറേ എന്ന് പറയുമ്പോൾ, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ആ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഡാറ്റ ടൈപ്സ് എന്താ പഠിച്ചിരിക്കുന്നത്, ഇന്റ്, ഫ്ലോട്ട്, അതേപോലെ തന്നെ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് എന്ത് കൊടുത്തു, ഇന്റ് കൊടുത്തു. ഓക്കെ, ഇന്റ് നമ്മൾ അറേ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, എ ഓഫ് 100 എന്നുകൊണ്ടല്ലേ കൊടുക്കാറ്. ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ഇന്റ് എ ഓഫ് 3. ഓക്കെ, അത് ഞാൻ പറയാം, എന്താണ് ഈ 3 എന്ന് പറഞ്ഞ പോർഷൻസ് പറയാം. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, 3 എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒന്ന് ഐ, ഒന്ന് ജെ. ഓക്കെ, ഞാനിവിടെ ഒരു എ എന്ന് പറഞ്ഞ ഒരു അറേയും മൾട്ടി ഡയമെൻഷൻ അറേയും അതേപോലെ തന്നെ ഐ എന്ന് പറഞ്ഞ വേരിയബിളും ജെ എന്ന് പറഞ്ഞ വേരിയബിളും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ പ്രിന്റ് എഫിൽ വന്നിട്ട് എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്തു. എൻ്റർ ദ നമ്പർ. ഓക്കെ അല്ലേ? ഇനി എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്ത ശേഷം ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഞാനിവിടെ ഫോർ ലൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, എൻ്റർ ദ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ എൻ്റർ ചെയ്യണ്ടേ. ജസ്റ്റ് ഞാനൊരു ഫോർ ലൂപ്പിൽ വന്നിട്ട് ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്ത് കൊടുത്തു, ഫോർ ലൂപ്പിൽ ഞാൻ ജെ അസൈൻ 0, ജെ ലെസ് ദാൻ 3, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി എന്ത് കൊടുത്തു, ഞാൻ ഇവിടെ സ്കാൻ എഫിൽ നമ്മൾ വാല്യൂസിനെ എടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്കാൻ എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു അറേയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്കാൻ എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു, സ്കാൻ എഫിൽ വന്നിട്ട് സ്കാൻ എഫില് പെർസെൻറ്റേജ് ഡിയിൽ ഞാൻ എന്ത് കൊടുത്തു, ആംപ്രസൻ. ഓക്കെ, എ ഓഫ് ഐ കോമ എ ഓഫ് ജെ. ഈ ഒരു പോർഷൻസ് ഇങ്ങനെ കൊടുത്തു. ഇനി ജസ്റ്റ് എന്ത് ചെയ്തു, അടുത്ത ലൈനിൽ ഞാൻ അടുത്തൊരു ലൈൻ എഴുതിയിട്ട് എന്തു, പ്രിന്റ് എഫില് എൻ്റർ ദ യു എൻ്റർ ദ നമ്പർ, യു എൻ്റർ ദ നമ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എങ്ങനെയാണ് അവിടെ വ്യൂ ചെയ്യാന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ഞാൻ ആ ഒരു പ്രോഗ്രാം ചെയ്യാം, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീണ്ടും എന്ത് ചെയ്തു, ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. വീണ്ടും ഫോർ ലൂപ്പിൽ ജെ അസൈൻ 0, ജെ ലെസ് ദാൻ, സോറി n അല്ല 3 ആണ് കേട്ടോ, 3. ഇവിടെ ജെ ലെസ് ദാൻ 3, അതേപോലെ തന്നെ ജെ പ്ലസ് പ്ലസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നിട്ട് പ്രിന്റ് എഫിൽ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പ്രിന്റ് എഫിൽ പെർസെൻറ്റേജ് ഡിയിൽ ഞാൻ എന്ത് കൊടുത്തു, എ ഓഫ് ഐ കോമ എ ഓഫ് ജെ. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പ്രിന്റ് എഫ് വന്നിട്ട് ഒരു സ്ലാഷ് എൻ കൂടി ഇട്ട് കൊടുത്തു. അതെന്തിനാന്ന് കൂടി പറയാം, സ്ലാഷ് എൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണതെന്ന്. ജസ്റ്റ് ഞാനൊന്ന് റൺ ചെയ്തു. റൺ, നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, അത് സെമി കോളത്തിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഏത് ലൈൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സെമി കോളം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, ലൈന് വൈൻഡ് അപ്പ് ചെയ്യണം. റണ്ണ് കൊടുത്തു, അല്ലേ, എൻ്റർ ദ നമ്പർ. ഞാൻ 40, 25, 36, 75, 89, 66, 20, 70,
99. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, യു എൻ്റർ ദ നമ്പർ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് 14, 25, 36, 75, 89, 66, 20, 70, 99. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഒരു മെട്രിക്സ് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് വാല്യൂസിന് വന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഡിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇൻറ്റ് എ ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് പോർഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനുശേഷം രണ്ട് വേരിയബിൾ ഐ കോമ ജെ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്ത് കൊടുത്തു, പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്ത ശേഷം ഫോർ ലൂപ്പിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്. ഇവിടെ എന്താ വരിക, ഐയുടെ വാല്യൂ 0 വന്നു, 0 ലെസ് ദാൻ 3 ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്യും, തൊട്ട് താഴത്തെ ലൈനിലേക്ക് വരും, ജെ അസൈൻ 0. അടുത്ത ലക്ഷം എന്ത് ചെയ്യും, ജെ ലെസ് ദാൻ 3 എന്ന് വെച്ചാൽ 0 ലെസ് ദാൻ 3. ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. രണ്ട് കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്യും, ഇതിന്റെ താഴത്തേക്ക് വന്നിട്ട് സ്കാൻ എഫില് പെർസെൻറ്റേജ് ഡിയില് എ ഓഫ് ഐ, അതിൽ എന്താണത് 0, ജെയിൽ എന്താണത് 0 എന്ന് വെച്ചാൽ 0th പൊസിഷനിൽ എന്ന് വെച്ചാൽ ഈ ഒരു 14 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആയത് റോ കോളം എന്ന് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഐ 0 ആണ്, ജെയും 0 ആണ് അല്ലെ, ഐയും 0 ആണ്, ജെയും 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ 14 എന്ന് പറഞ്ഞ വാല്യൂസ് എന്ത് ചെയ്യും, 0 എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, 0 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇവിടെ ഐ റെപ്രസെന്റ് ചെയ്യുന്നത് റോനെയാണ്, ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളത്തിനെയാണ്. ഓക്കെ, ഐ റെപ്രസെന്റ് ചെയ്യുന്നത് റോ ആണ്, ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളാണ്. അപ്പൊ 0, 0, 14 എന്ന് പറഞ്ഞ വാല്യൂസ് എന്ത് ചെയ്യും, ഞാൻ ആദ്യം കൊടുത്ത 14 എന്ന് പറഞ്ഞ വാല്യൂസ് 0, 0 സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ജെ ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ എന്തായിരിക്കും, 1 ആയി. 1 ലെസ് ദാൻ 3 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്ര എന്താണ്, 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും, എ ഓഫ് 0th പൊസിഷൻ, ജെയുടെ വാല്യൂ എന്താണ് 1. അപ്പൊ 0, 1, 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷനാണ് വരിക. ഇപ്പോൾ ഫസ്റ്റ് പറയാം, 0 ഐ എന്ന് പറഞ്ഞ റോ ആണ്, ജെ എന്ന് പറഞ്ഞ കോളാണ്. ഓക്കെ, നോക്കി നോക്കൂ, ഫസ്റ്റ് റോയില് ഫസ്റ്റ് 0, 1 പൊസിഷൻ ചെയ്ത് ചെയ്തു, 25 സ്റ്റോർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും ജെ ഇൻക്രിമെന്റ് ചെയ്തു, ജെയുടെ വാല്യൂ എത്ര ആയി, 2 ആയി. 2 ലെസ് ദാൻ 3, കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി ചെയ്തു, എ ഓഫ് 0, ഐയുടെ വാല്യൂ 0 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്. അപ്പൊ എ ഓഫ് 0th പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, അതിലേക്ക് എന്ത് ചെയ്തു, 36 സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ ഫസ്റ്റ് റോയില് 3 കോളായിട്ട് ഏതൊക്കെ നമ്പറിന് സ്റ്റോർ ചെയ്തു, 14ഉം 25ഉം 36 എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്ത് വെച്ചു. വീണ്ടും എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ 3, കണ്ടീഷൻ എന്തായി, ഫോൾസ് ആയി. ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ 1 ആവും. ഇവിടെ ജെയുടെ ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്ത് പുറത്ത് വന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്തായി, 1 ആയി. 1 ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, 1 ലെസ് ദാൻ 3 ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും നെക്സ്റ്റ് ലൈനിലെ കോഡിലേക്ക് വരും. ജെ അസൈൻ 0, 0 ലെസ് ദാൻ 3, കണ്ടീഷൻ കറക്റ്റ് ആണ്. വീണ്ടും ഈ ലൈൻ ഓഫ് കോഡിലേക്ക് വരും. ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്, 1 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ 1, 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് അറേ 0th കോളം, അതിലേക്ക് എന്തിനു വെക്കും, 75നെ സ്റ്റോർ ചെയ്ത് വെക്കും. വീണ്ടും എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ജെയുടെ വാല്യൂ 0 നിന്ന് 1 ആവും. 1 ലെസ് ദാൻ 3, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് റോയില് സെക്കൻഡ് കോളം, ഇതാണ് ഈ ഒരു പോർഷൻ. 89 എന്ത് ചെയ്യും, അവിടെ സ്റ്റോർ ആവും. വീണ്ടും എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് 2 ആയിരിക്കും. 2 ലെസ് ദാൻ 3, കണ്ടീഷൻ കറക്റ്റ് ആയിരിക്കും. ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 1, 2 എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, വാല്യൂ സ്റ്റോർ ആവും. വീണ്ടും എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ 3, കണ്ടീഷൻ ഫോൾസ് ആയി. ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. വീണ്ടും എന്ത് ചെയ്യും, പുറത്തേക്ക് വന്നാൽ ഇവിടെ ഐയുടെ കേർലി ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ 3, ഐയുടെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ 3 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. ജെയുടെ വാല്യൂ വീണ്ടും 0 ആവും. 0 ലെസ് ദാൻ 3 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, എ ഓഫ് ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആണ് എന്ന് വെച്ചാൽ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതാണ് സെക്കൻഡ് റോ, 0th റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. സെക്കൻഡ് റോയില് ജെയുടെ വാല്യൂ എത്രയാണ്, 0. അപ്പൊ 2, 0 എന്ത് സ്റ്റോർ ആവും, 20 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും. അതിനുശേഷം എന്ത് ചെയ്യും, ജെ ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ 1 ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, എ ഓഫ് 2, 1 എന്ന് പറയുമ്പോൾ 70ലേക്ക് സ്റ്റോർ ആവും. വീണ്ടും എന്ത് ചെയ്യും, ജെ ഇൻക്രിമെന്റ് ആവും. ജെയുടെ വാല്യൂ എന്തായിരിക്കും, ജെയുടെ വാല്യൂ 2 ആയിരിക്കും. 2 ലെസ് ദാൻ 3, കണ്ടീഷൻ കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എ ഓഫ് 2, ജെ ഓഫ് 2 എന്ന് വെച്ചാൽ അറേയും സെക്കൻഡ് പൊസിഷൻ, കോളും റോയും സെക്കൻഡ് പൊസിഷൻ, കോളും സെക്കൻഡ് പൊസിഷൻ എന്തെങ്കിലും 99 സ്റ്റോർ ആവും. എന്ന് വെച്ചാൽ ഇതിന്റെ മെട്രിക്സിന്റെ പോർഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതിന്റെ മെട്രിക്സിന്റെ ആ ഒരു പോർഷൻസ് എങ്ങനെ വരുന്നതെന്ന്. ഒരു മെട്രിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് ഇടാം. ഇവിടെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു മെട്രിക്സിന്റെ പോർഷൻസ് ഇട്ടെന്ന് വിചാരിക്കാം.
ഇവിടെ വന്നിട്ടൊരു മെട്രിക്സ്. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ എനിക്ക്. ഓക്കെ ഓക്കെ, ഇത് 0th പൊസിഷൻ, ഇത് രണ്ടും 0th പൊസിഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താ? 0th ഫസ്റ്റ് പൊസിഷൻ. പിന്നെ വരുന്നത് എന്താ? 0th സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്നത് ഐ, രണ്ടാമത് കാണുന്നത് കോളം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? ഫസ്റ്റ് 0th പൊസിഷൻ, ഫസ്റ്റ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് 2 1 പൊസിഷൻ, പിന്നെ ഫസ്റ്റ് 2 പൊസിഷൻ, പിന്നെ 2 0th പൊസിഷൻ, പിന്നെ അതേപോലെ തന്നെ 2 1 പൊസിഷൻ, 2 2 പൊസിഷൻ. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് സ്റ്റോർ ആവുക. ഇതിൽ ഐയുടെ വാല്യൂ ആണ് ആദ്യം വരുന്നത്, ജെയുടെ വാല്യൂ ആണ് രണ്ടാമത്തെ വരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യാം, അലൈൻ ആയിട്ട് വരിക. എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. പിന്നെ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 1, ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 2. രണ്ടാമത്തെ സെക്ഷനിൽ വരുമ്പോൾ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 2. രണ്ടാമത് വരുമ്പോൾ ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 1, ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 2. ഇങ്ങനെയാണ് 2 ഡയമെൻഷൻ പോർഷൻസിന്റെ ആ അറേയിലേക്ക് വാല്യൂസ് വരിക. ഈ ഒരു ടോപ്പിക്സ് ഒരു സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ആ ഒരു പോർഷൻസ്, ആ ഒരു ഫോർ ലൂപ്പിനോടൊപ്പം നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു പോർഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു കമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഈ ഒരു പോർഷൻസ് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര പോർഷൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു എപ്പിസോഡിലും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമുക്ക് അതിന്റെ തിയറി പാർട്ടും പിന്നെ അതേപോലെ തന്നെ ലൂപ്പിന്റെ ലോജിക് ഒക്കെ നമുക്ക് പറയാന്ന്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.